നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് കുറേ തിരക്കുകളുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തൊക്കെ ഇങ്ങനെ വാസ്തു നോക്കാൻ പോകേണ്ടി വന്നതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും. ഇപ്പോൾ നിർമ്മാണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർമ്മാണം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വാസ്തുവിജ്ഞാനങ്ങൾ ഏറെ ഉപകാരപ്പെടുന്ന ഒരു അവസരമാണ്. ഇന്ന് പറയുന്നത് നമ്മൾ പ്രാണനെ പോലെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ചില വാസ്തുദോഷങ്ങളുടെ ഫലം കൊണ്ട് അവരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. നമുക്കൊരു ഉദാഹരണം തുടങ്ങാം. പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബമായുള്ള വീടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഒരു പഴയ തറവാടാണ്. ആ വീട്ടിൽ കുറേ സാമ്പത്തിക ബാധ്യതകളും കുറേ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ആ വീട് വിൽക്കേണ്ടി വന്നു. ആ വീട് വിറ്റിട്ട് എല്ലാവർക്കും അവരുടേതായ അതിലേക്ക് മാറിപ്പോയി. അവിടുന്ന് മാറിപ്പോയപ്പോൾ അവിടുത്തെ ഒരു കുടുംബം, ഒരച്ഛനും 2 മക്കളും, ഒരു അച്ഛനും അമ്മയും 2 മക്കളും, അവർ വാടക വീട്ടിൽ താമസിച്ചു. ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ ആകസ്മികമായി അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടാകുകയും, അദ്ദേഹം ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു. അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം മരിച്ചു. അതിന് 2 കുട്ടികളാണ്. കുട്ടികളെ അമ്മ നോക്കി വളർത്തിക്കൊണ്ട് വന്നു. എനിവേ ആ വാടക വീട് ഒഴിയുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഒരു മോഹം. ആ കുട്ടികളുടെ 2 പേരും പഠിച്ച് 2 പേർക്കും ജോലിയൊക്കെയായി. അവർ ഒരിടത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ ഒരിടത്തൊരു 16 സെൻറ്റ് വസ്തു വാങ്ങി. ആ വസ്തുവിൽ അവർ ഈ പറഞ്ഞതുപോലെ ഒരു വീട് പണി ആരംഭിച്ചു. ഈ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ അമ്മയാണ് മുഴുവൻ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും. കാര്യം എവരിതിങ് അമ്മയെന്ന് പറയുന്ന ഒരു ശ്വാസം പോലെ അവർ കൊണ്ടുനടക്കുന്ന ഒരു ഇതാണ്. ഈ 2 ആൺകുട്ടികളാണ്. ഈ ആൺകുട്ടികൾ അവർ പഠിച്ച് ജോലി കിട്ടി, അവർ 16 സെൻറ്റ് വസ്തു വാങ്ങി അവിടെ ഒരു വീട് വെക്കാൻ ആരംഭിച്ചു. ആ വീട് വെച്ചാൽ ഈ റോഡ് തെക്ക് വശത്താണ് റോഡ് വരുന്നത്. ഈ വന്ന ആൾ, ഈ നോക്കാൻ വന്ന ആൾക്ക് 2 മിസ്റ്റേക്കാണ് പറ്റിയത്. ഒന്ന്, വാസ്തു വീടിൻ്റെ സ്ഥാനം കണ്ടപ്പോൾ തെറ്റിപ്പോയി. 2, പ്ലാൻ എടുത്ത ആളും ചെയ്തേക്കുന്നത് അഥവാ പറഞ്ഞു കൊടുത്തില്ല. ഈ ആർക്കിടെക്റ്റിന് അതിനെപ്പറ്റി ബോധ്യം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കുക. മറിച്ച് വാസ്തു ഒരുപക്ഷെ അവർ അറിയണമെന്നില്ല. അത് വരച്ചപ്പോൾ അവരും തെക്കോട്ട് വെച്ച് വരച്ചു. അപ്പോൾ എന്ത് ചെയ്തു? വീട് തെക്കോട്ട് നിർത്തി. കിഴക്കോട്ട് വെക്കാമായിരുന്നു ആ വീടിനെ. വീടിൻ്റെ സ്ഥാനം കണ്ടു വന്നപ്പോൾ ഈ സ്ഥാനം കണ്ട ആൾക്കും തെറ്റി. അയാൾ നേരെ വീടിൻ്റെ വടക്കേ വശത്തോട്ട് വീടിനെ മാറ്റി തെക്ക് കുറേ സ്ഥലം വിട്ട് വെച്ചു. അപ്പോൾ എന്ത് പറ്റി? തെക്ക് ഒരുപാട് അധികം സ്ഥലവുമായി, വടക്ക് ശകലം പോലും സ്ഥലമില്ല. ആകെ വടക്കുള്ളത് ആകെ ഇട്ടേക്കുന്നത് 1 മീറ്ററാണ് വടക്ക് സ്ഥലം വന്നേക്കുന്നത്. അങ്ങനെ വീട് വെച്ചു, അവർ താമസിച്ചു. ആ വീട് വെച്ച് താമസിച്ചതിൻ്റെ ഒരു കറക്റ്റ് 4ാമത്തെ വർഷം അവർ അവരുടെ എല്ലാമായിരുന്ന അമ്മ തളർന്നു വീഴുകയാണ്. അപ്പോൾ ഈ 2 കുട്ടികളുടെ സർവ്വതവുമായിരുന്നു അവരെന്ന് പറയുന്നത്. ആ ഒരു വീട് വെച്ചതോടുകൂടി പൂർണ്ണമായിട്ടും ആ അമ്മ പരാലിസായി വീഴുകയാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ആളില്ല. അങ്ങനെ കുറേ വലിയ ഇഷ്യൂസിലൂടെ അതിലൊക്കെ പോയി അവരുടെ അമ്മയുടെ ജീവിതമാണ് അവിടെ ഇല്ലാതെയായത്. അപ്പോൾ ഉടനെ തന്നെ വീട്ടിൽ അധികകാലം കിടന്ന് 3-4 മാസം കഴിയുമ്പോൾ അമ്മ മരിച്ചു പോവുകയാണ്. ഈ 2 ആൺകുട്ടികൾ ഒറ്റപ്പെട്ട ഒരു ലെവലിൽ. ബാക്കി എന്തുണ്ടായാലും അമ്മ എന്ന് പറയുന്ന ഒരു
അമ്മയെന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ബന്ധം എല്ലാത്തിനും അപ്പുറത്താണ്. അപ്പോൾ അവരെ ആ കുട്ടികളെ മൊത്തത്തിൽ ആ കുടുംബത്തെ നശിപ്പിച്ച് കിടന്നതാണ്. എന്താണ് അങ്ങനെ ഉണ്ടായത്? നമുക്ക് ആ ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കാം. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. തെക്ക് റോഡുള്ള ധാരാളം വീടുണ്ട് കേരളത്തിൽ. ആ തെക്ക് റോഡുള്ളതൊരു സംഭവമല്ല. തെക്ക് റോഡ് വന്നാൽ ആ റോഡിൻ്റെ ദോഷങ്ങൾ മാറ്റി വേണം വീട് വയ്ക്കാൻ. ഇവിടെ സംഭവിച്ചത് എന്ത് പറ്റി? തെക്ക് റോഡ് വന്നപ്പോൾ പിന്നെ വീടിൻ്റെ മുൻഭാഗം കൂടുതലെടുക്കാൻ വേണ്ടി വേറൊന്നും കരുതിയില്ല. വാസ്തുവല്ല അവിടെ വന്നേക്കുന്നത്, അവിടെ സൗകര്യം മാത്രമാണ് നോക്കിയേക്കുന്നത്. വീടിൻ്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കിലായിട്ടാണ് വീട് നിൽക്കുന്നത്. ആ തെക്ക് വശവും കൂടി പടിഞ്ഞാറ് വശവും കൂടി, അപ്പോൾ ഈശാന ഖണ്ഡത്തിലേക്കാണ് വീട് മാറി നിൽക്കുന്നത്. ഈശാന ഖണ്ഡത്തിൽ പലപ്പോഴും പലയിടത്തൊക്കെ ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. മൊത്തം വസ്തുവിനെ 4ആയി ഭാഗിക്കുമ്പോൾ അതിൻ്റെ ആ നാലാം ഖണ്ഡമാണ് ആ നാലാം ഖണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ തീരുമാനത്തിൽ വലിയ പ്രസക്തിയാണ്. ആ നാലാം ഖണ്ഡം കണ്ടെത്തേണ്ടത് ആക്ച്വലി ഉപകരണങ്ങളുടെ സഹായത്തിൽ കൂടിയാണ്. അല്ലെ ഏതെങ്കിലും ഒരു ഖണ്ഡത്തിൽ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് തെറ്റിപ്പോകും. ഒരു വസ്തുവിനെ 5ഓ 10ഓ സെൻറ്റിനെ 4ആയി തരംതിരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഖണ്ഡത്തിലല്ല വെക്കേണ്ടത്. ഏറ്റവും സ്ട്രോങ് ആയി എനർജി കണ്ടന്റുള്ള ഖണ്ഡത്തിൽ വേണം വെക്കാൻ. അതെപ്പോഴും ആ വസ്തുവിനെ തെക്ക് പടിഞ്ഞാറ് കോണിലേക്കായിരിക്കും ഫ്ലോ ഉണ്ടാകുക. അപ്പോൾ തെക്ക് പടിഞ്ഞാറേക്ക് വെച്ചാൽ ആ വീടിനെ കിഴക്കോട്ട് വെക്കാൻ പറ്റുമായിരുന്നു. ഇത് കിഴക്കോട്ട് വെക്കാതെ നേരെ തെക്കോട്ട് വെച്ചപ്പോൾ വടക്ക് കിഴക്കിലേക്ക് മാറി. വടക്ക് ഒരു മീറ്റർ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഒരു വീടിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവിടെ സ്ത്രീകളും പുരുഷനും ഒരുപോലെ വാഴണം. ഇവിടെ എന്ത് പറ്റി? കിഴക്കുമില്ലാതെയായി, ഒരേ സമയം കിഴക്കുമില്ലാതെയായി, വടക്കുമില്ലാതെയായി. ആക്ച്വലി ഈ വടക്ക് കിഴക്കിലേക്ക് വീട് വന്നപ്പോൾ ഈശാന ഖണ്ഡത്ത് ഭാരമായി പോയി. ഈശാന ഭാഗത്ത് ഭാരം വന്ന് കയറിയാൽ എല്ലാത്തിൻ്റെയും നല്ലതിൻ്റെയും സ്തംഭനമാണ്. 1. 2, വടക്ക് സ്ഥലം പൂർണ്ണമായിട്ട് കുറഞ്ഞുപോയി. വടക്ക് സ്ഥലം പൂർണ്ണമായി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വടക്ക് സ്ഥലം കുറയുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യമാണ് ഇല്ലാതാകുന്നത്. സംഭവിച്ചില്ലേ? സ്ത്രീകളുടെ സാന്നിധ്യമാണ് അവിടെ ഇല്ലാതെയായത്. ആ കുട്ടികളുടെ ജീവിതമാണ് അവിടെ സ്തംഭിച്ചു പോയത്. സമ്പത്തും അല്ലെങ്കിൽ പണം മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വരുന്നൊരു വേലക്കാർ ചെയ്യുന്നവരാണോ നമ്മുടെ സ്വന്തക്കാർ ചെയ്യുന്നത്? അത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ ആക്ച്വലി ആ വടക്ക് സ്ഥലം കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെയായി. ഇത് പറഞ്ഞു വരുന്നത് സമാനമായ സംഭവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നുണ്ട്. വീട് വയ്ക്കുമ്പോൾ ഈ ഒരു സംഭവം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഫാക്റ്റാണ്. വടക്കും കിഴക്കും ധാരാളം തലവിട്ട് മാത്രമേ വീട് വയ്ക്കാവൂ. അപ്പോൾ ചിലർ ചോദിക്കും, 2 സെൻറ്റും 3 സെൻറ്റിലും വീട് വെക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും? 2 സെൻറ്റ് നിങ്ങൾ വീട് വെച്ചോ. ആ 2 സെൻറ്റ് വീട് വെക്കുമ്പോൾ വടക്കും കിഴക്കും ഉള്ളിൽ അല്പം കൂടുതൽ മതിയാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലം വരേണ്ടത് വടക്കും കിഴക്കുമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. വടക്കും കിഴക്കും സ്ഥലമില്ലെങ്കിൽ അവിടെ സ്ത്രീക്കും പുരുഷനും വാഴാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അമ്മ പോയതിലൂടെ ഈ കുട്ടികളിലെ ആക്ച്വലി പ്രതിസന്ധിയിലായി പോയത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനവിടെ എത്തിയത്. പക്ഷേ ആ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടായതുകൊണ്ട് മാത്രമാണ് അത് കറക്റ്റ് ചെയ്യാനായത്. തൊട്ടടുത്ത ഒരു വീട്ടിലുള്ള ആൾ കുറച്ച് മാനസികമായി നല്ല ബോധമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ തന്നെ അയാളുമായി ബന്ധപ്പെടുകയും തൊട്ട് അയാളുടെ തന്നെ കുറേ വസ്തു കിടക്കുന്നുണ്ട് അവിടെ. അദ്ദേഹം അദ്ദേഹം കുടുംബസമേതം പുറത്തായതുകൊണ്ടും അദ്ദേഹം അവിടെ സ്ഥിരതാമസമല്ലാത്തതുകൊണ്ടും അവരുടെ കുറച്ച് വസ്തു കൂടി ഈ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ആ 16 സെൻറ്റ് വസ്തുവിനെ 26 സെൻറ്റ് വസ്തുവായിട്ട് വളർത്തുകയും, പക്ഷേ അപ്പോഴേക്കും അവരുടെ അമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അത് വളർത്തി പിന്നെ ആ വസ്തുവിനെ അത് പിന്നെ അതിൻ്റെ തെക്കുവശം കുറച്ച് ശരിയാക്കിയെടുത്ത് വാസ്തുവിലേക്കാക്കി. ഇപ്പോൾ ആ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടികളിൽ ഒരാൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, പ്രശ്നമില്ല. അപ്പോൾ ഈ വന്നത് നമുക്ക് കൂടെയുള്ള ആളുകളുടെ നമ്മുടെ ബന്ധങ്ങളൊക്കെ നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വടക്കും കിഴക്കും ഇഷ്ടം പോലെ വേണം. ഞാനത് പ്രത്യേകം പറയാൻ കാര്യം,
ചില പ്രത്യേക സ്ഥലങ്ങൾ നമുക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു അറിയാത്ത വിഷമം നമ്മളെ ബാധിക്കും. അത് എല്ലാവരും കരുതേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ മക്കൾക്ക്, നിങ്ങളുടെയൊക്കെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾക്ക് വീട് വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സന്ദേശം അവരെ അറിയിക്കണം. യാതൊരു കാരണവശാലും നിങ്ങൾ ഈ വീട് വെക്കുന്ന ആളുകൾ കുറേ കാര്യം അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് ഈ വീട് വെക്കുന്ന ആളുകൾ കുറേ കാര്യം അറിയുമ്പോൾ തന്നെ അത് തന്നെ ഒരു വലിയ ഒരു എന്താ പറയുക, വീട് വെക്കുന്നതിന് മുതൽക്കൂട്ടാവും. കുറേ പണം മുടക്കുക മാത്രമല്ല, കുറേ വിജ്ഞാനം കൂടി നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം നിങ്ങളുടെ വീടിന് വേണ്ടി. ആ വിജ്ഞാനം നിങ്ങൾക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ ഉപകരിക്കപ്പെടുക ജീവിതമാകുകയാണ്. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഉദാഹരണമുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓരോ വീടെടുത്ത് നോക്കൂ. നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ അയൽക്കാർക്കോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ അയലത്തോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. വടക്ക് കുറവുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം വളരെ വിഷമകരമാണ്. കിഴക്കാവുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇത് അനുവദിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചെറിയ ചെറിയ വിജ്ഞാനങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങൾ ജീവിതാനുഭവങ്ങളെടുത്ത് മാത്രം ഇതിനെ വിശ്വസിക്കുക. ജീവിതാനുഭവങ്ങൾക്കപ്പുറത്ത് വേറൊന്നുമില്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെ കരുത്തായി ജീവിച്ചെങ്കിലേ ഒരു വീട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ വിജ്ഞാനം നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കേട്ട വിജ്ഞാനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. ഇപ്പോൾ എൻ്റെ ഈ രാഷ്ട്രബന്ധു നമ്മുടെ ഈ ചാനലിനകത്ത് ഏതാണ്ട് ഒരു 500ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഒരു എൻസൈക്ലോപീഡിയ പോലുള്ള വിജ്ഞാനം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാം. പിന്നെ ചില ആളുകളൊക്കെ ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതിനെ വിമർശിക്കാൻ വരും, അല്ലെങ്കിൽ കമൻ്റ് ഇടാൻ വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ ലോകത്ത് സർവ്വ ആളുകളുടെയും അഭിപ്രായം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല. അത് ഒരു പ്രസ്ഥാനത്തിനും പറ്റില്ല, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പൊതുജനം പലവിധം ശരിയായ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുക, നന്നായി ജീവിക്കുക. അടുത്തൊരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.